ഹായ് ഫ്രണ്ട്സ്, മാമ്പഴം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പഴമാണ് മാമ്പഴം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ആയിരത്തോളത്തിലധികം വെറൈറ്റികളുള്ളൊരു പഴവർഗ്ഗമാണ് മാമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലതും പല കൃഷി രീതിയൊക്കെ മാറിയതുകൊണ്ട് തന്നെ അന്യം നിന്ന് പോയി നമുക്ക് പലതും ഒന്നും ലഭ്യമല്ല. എന്നിരുന്നാലും നമ്മൾ പലതും കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് വീടൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു മാവും തൈയൊക്കെ വാങ്ങി നടുന്നവർ കൂടുതലാണ്. പക്ഷേ അതിനുള്ളൊരു ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മാവൊക്കെ നടാനുള്ള സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം ചെറിയൊരു 10 സെൻറ്റ് സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ മാവ് നടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു മാവിൽ നിന്ന് തന്നെ കൂടുതൽ വെറൈറ്റി മാങ്ങകൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു മാവിൽ നിന്ന് തന്നെ നമുക്ക് പല വെറൈറ്റി മാങ്ങകൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അന്യം നിന്ന് നശിച്ചു പോകുന്ന ഒരുപാട് നാടൻ മാവുകളൊക്കെ സംരക്ഷിക്കാനും പറ്റത് മൂലം. അപ്പോൾ സ്ഥലപരിമിതിയുള്ളവർക്ക് ഒരു മാവിൽ നിന്ന് തന്നെ കൂടുതൽ മാങ്ങകൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഐഡിയ ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ഞാൻ അണ്ടി നട്ട് മുളപ്പിച്ച 2 വർഷം പ്രായമുള്ള ഒരു മാവും തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാവും തൈയിലേക്ക് ഇതൊരു നാടൻ മാവാണ്. അപ്പോൾ ഈ ഒരു നാടൻ മാവിലേക്ക് ഞാനൊരു 10ഓളം വെറൈറ്റി മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പല സ്ഥലങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് അറിവ് നേടി ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതൊരു 10ഓളം വെറൈറ്റികളാണ്. അപ്പോൾ ഇതൊരു ഹിമാപസന്ത്, അതുപോലെ മൂവാണ്ടൻ, ഇതൊരു നാടൻ മാവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടൻ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പാണ്. അപ്പോൾ ഇങ്ങനെ 10ഓളം മാവുകളാണ് ഈ ഒരു ഒറ്റ മാവിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള മാവിൻ്റെ കമ്പുകളൊക്കെ ശേഖരിച്ച് ഇതുപോലെ സുഖമായിട്ട് 10ഓളം വെറൈറ്റികൾ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ എത്ര കമ്പുണ്ട് അത്രയും കൂടുതൽ. അപ്പോൾ ഈ മാവിൽ ഇനി എനിക്ക് ചെയ്യാൻ കമ്പുകളില്ല. അപ്പോൾ ഉള്ള ഒരു 10എണ്ണം ഞാനിതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പിടിച്ചു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു 2 വർഷത്തിനുള്ളിൽ എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള 10ഓളം വെറൈറ്റി മാങ്ങകൾ എനിക്ക് ഇതിൽ നിന്നും കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് നല്ലൊരു ഐഡിയ ആണ് ഇത്. നമുക്കൊരു ഒറ്റ മാവുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകൾ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു മാവിൻ്റെ ഇതുപോലത്തെ നല്ല സയൺ കമ്പ് എടുക്കുക. അത് നല്ല തളിർപ്പ് പൊട്ടാൻ വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള സയൺ എടുത്തിട്ട് നമ്മുടെ നിലവിലുള്ള മാവിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇത് കയറ്റി പ്ലാസ്റ്റർ ചെയ്യുന്നതാണ്. ഈ പ്ലാസ്റ്റർ ചെയ്യുന്ന ഈ കവറൊക്കെ ഞാൻ കടകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ കട്ട് ചെയ്ത് എടുത്തതാണ്, നമ്മൾ പ്ലാസ്റ്റിക് പോളിത്തീൻ കവർ. പിന്നെ ഈ ഒരു സിപ്പപ്പ് കവർ മാത്രമാണ് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ബാക്കി ഉപയോഗിക്കുന്ന കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തി വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്ലെക്സൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 80-100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്ന് ആ ബ്ലേഡ് പോലെയുള്ള ആ കത്തിയാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ മതി, അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെ കൈ പോലെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഹൈജീനിക്കായിട്ട് ഉപയോഗിച്ചാൽ നമുക്കിതെല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഫംഗസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മാവിൽ നിന്ന് തന്നെ 10ഓളം വെറൈറ്റികൾ ഉണ്ടാക്കി നമ്മുടെ വീടിന് ചുറ്റിലും സ്ഥലപരിമിതി കാരണം കഷ്ടപ്പെടുന്നവർക്ക് ഒറ്റ മാവുണ്ടെങ്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകൾ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനും ഇത് ചെയ്യുമ്പോൾ ആദ്യമൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ചും കൂടി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തപ്പോഴാണ് ഇതെല്ലാം പിടിച്ചു കിട്ടിയത് എനിക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളാരും എക്സ്പേർട്സ് ഒന്നല്ല. എന്നിരുന്നാലും നല്ലൊരു ഐഡിയ ആണിത്. ഒരുപാട് നാടൻ മാവുകൾ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് നല്ല നല്ല വെറൈറ്റി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നാടൻ മാവുകൾ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാടൻ മാവുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി ഇപ്പോൾ 2025 തൃശ്ശൂരിൽ വെച്ചിട്ട് 2000ഓളം മാങ്ങകളുടെ എന്താ പറയുക മാംഗോ ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് നാടൻ വെറൈറ്റികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും നാടൻ വെറൈറ്റികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന വലിയൊരു എഫേർട്ടാണ്. കാരണം നശിച്ചു പോകുന്ന നമ്മുടെ നാടൻ മാവുകളൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ അതിലൊന്ന് പങ്കെടുക്കണം എന്നുണ്ട്, കാണണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒക്കെ ചെയ്യാം. അല്ലാതെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ നാടൻ മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സുഖമായിട്ട് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തെടുത്ത് നന്നായിട്ട് ഇതുണ്ടല്ലേ എല്ലാ വെറൈറ്റിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നശിച്ചു പോകുന്ന ഒരുപാട് നാടൻ മാവുകളൊക്കെ ഉണ്ടാവും. അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. നമുക്ക് ചെറിയൊരു മാവ് ഉണ്ടായാൽ തന്നെ അതിലേക്ക് നമുക്ക് ഒരുപാട് മാവ് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ കയറ്റി നല്ല വെറൈറ്റി മാങ്ങകൾ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഞാൻ ചെയ്ത് പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മാവുകളെ സംരക്ഷിക്കാനും പറ്റും. നമുക്ക് സ്ഥലപരിമിതമായ സ്ഥലത്ത് വെച്ച് നമുക്ക് പിന്നെ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഉണ്ടാക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ കുറേ മാവുകളാകുമ്പോൾ അത്രയും സ്ഥലം വേണം.
ഇതാകുമ്പോൾ ഒരു മാവിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മാങ്ങകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ നല്ല നല്ല മാങ്ങകൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞാനും ഇത്ര എക്സ്പേർട്ടൊന്നുമല്ല, നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ അതിന് നിങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ബൈ.